അയച്ചേട്ടൻ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു സമയത്ത് ഞാനിങ്ങനെ ജഗതി ചേട്ടനൊക്കെ കേട്ടിട്ടുണ്ട്. ജഗതി ചേട്ടൻ ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അതായത് ഏതാ ഇപ്പം ഈ സിനിമയൊക്കെയാണ് എന്നെ കൊണ്ടുപോയതെങ്കിൽ ഞാൻ അതിൽ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തിട്ട് പുറത്ത് വന്നിട്ട് അടുത്തത് ചെയ്യണമെന്നുള്ള പോലെ. അങ്ങനെ ഈ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തപ്പോൾ എന്താ റിയലൈസ് ചെയ്തത് അയച്ചേട്ടൻ? ഓ- ഓരോ സിനിമ കഴിഞ്ഞ അടുത്ത സിനിമ കിട്ടുക, ആ സിനിമയുടെ അവിടെ നൈറ്റ് ട്രാവൽ, അവിടെ ചെല്ലുമ്പോൾ ഏർലി മോർണിംഗ് തന്നെ ഷൂട്ട്, അവിടുന്ന് ചിലപ്പോൾ വേറെ അങ്ങനെ സീനിയേഴ്സിനെ പോലെ എനിക്ക് ഒരുപാട്, അതായത് 2-3 സിനിമകൾ ഒരു ദിവസം വർക്ക് ചെയ്ത് വേണ്ടി വന്നിട്ടില്ല. പാച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ. എന്ന് പറഞ്ഞാൽ അവരെ പോലെ അങ്ങനെ ഞാനൊന്നും ആ. അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ വൺ ആഫ്റ്റർ ദി അതർ യാ താങ്ക്ഫുള്ളി ബ്രേക്ക് അങ്ങനെ ഇല്ലാണ്ട്. ബ്രേക്ക് അങ്ങനെ ഇല്ലാതെ പോകാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നോ? സന്തോഷം അല്ല, സന്തോഷം എന്ന് പറഞ്ഞ ഒരു ചെറിയ ഇമോഷനാണ്. ആ. സങ്കടവും സന്തോഷമൊക്കെ ആ. അതൊക്കെ പെട്ടെന്ന് പോകുമല്ലോ. നമുക്കൊരു ഫ്യൂവലാണ് ഓക്കെ. ടു വർക്ക് മോർ ഹാർഡർ. അന്ന് കുറേ ഓടുക എന്നുള്ളൂ. കോവിഡ് ആയപ്പോഴാണ് ഒന്ന് ബ്രേക്ക് വന്നത്, അതെ. നമുക്കൊന്ന് ആ ഇൻ്റർവ്യൂ വന്ന ആ ചോദ്യം വന്നത്. ആ. ഇപ്പം അതുകൊണ്ട് എനിക്കങ്ങനെ ഓടണം എന്നല്ല, ആ. നമുക്ക് നമ്മളോട് പ്രേക്ഷകർ കാണിക്കുന്ന ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് അത് തന്നെ. പിന്നെ അതിനോടൊരു നീതി പുലർത്തുക. നമ്മൾ സിനിമ ഓടുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്തം കഴിഞ്ഞെന്നുള്ളൊരു ഫീലാണ്. ആ. ഓക്കെ, ആ ഉത്തരവാദിത്തം കഴിഞ്ഞു, ഇനി അടുത്തത് നോക്കാം. അടുത്ത നോക്കാം. അപ്പം പലപ്പോഴും പരാജയപ്പെടുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ഒരു സ്റ്റഡിയൊക്കെ നടത്തുന്നത്. ആ. വിഷമത്തിൻ്റെ ഒരു കാലഘട്ടം ഒരു പരിധി വരെ പോയി. നമുക്ക് പരാജയം അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോളോ ആ. ക്രിറ്റിസിസമോ ഒക്കെ വരുമ്പം ഇപ്പം ഇരുന്ന് സങ്കടപ്പെടുന്ന ഒരു ഫേസൊക്കെ പോയി. ഇപ്പം നമ്മൾ അനലൈസ് ചെയ്യും എന്താണ്, ഹൗ ടു കറക്റ്റ് ഇറ്റ്. ഓക്കെ. നാളെയും ഇത് വന്നാൽ ആ. എന്താണ് നമുക്ക് പറ്റിപ്പോയ അബദ്ധം എന്നൊന്ന് ചെക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. അതെനിക്ക് തോന്നുന്നു പരാജയപ്പെടുമ്പോൾ മാത്രമേ ആ ചാൻസ് ഉള്ളൂ. അങ്ങനെയാണോ ശരിക്കും പരാജയങ്ങൾ എടുക്കുന്ന അയച്ചേട്ടൻ? അതെ, അതായത് പരാജയം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആക്ടേഴ്സിന് അങ്ങനെ പരാജയം എന്നുള്ള എനിക്ക് തോന്നുന്നില്ല അയച്ചേട്ടൻ അങ്ങനെ ഒരു ഭയങ്കര ട്രോളിങ് കൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ട് വന്നിട്ടൊക്കെ ഉണ്ട്. ആണല്ലേ? പിന്നെ ബട്ട് ഐ പേഴ്സണലി ഫീൽ ദറ്റ് എല്ലാവർക്കും ഒരു ഇഷ്ടമുണ്ട് ബേസിക് ആയിട്ട്. എനിക്ക് തോന്നുന്നു അത് ഈ നമ്മളുടെ ഈ വേഷങ്ങളുടെ ആ. ഒരു റീസണാണ്. ആ. വടക്കൻ സെൽഫിയും അല്ലെങ്കിൽ മലർവാടിയും അതായത് നമുക്ക് ആക്ടേഴ്സിന് ഏറ്റവും വിഷമം വരിക വെൻ സമ്മൺ സേസ് അഭിനയിക്കാൻ അറിയില്ല അല്ലെങ്കിൽ എന്താ കാണിച്ചു വെക്കുക. അതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ആണോ? പിന്നെ പക്ഷേ എനിക്ക് സീരിയസ്ലി? എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം, എൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് ഇരിക്കുന്ന വ്യക്തിയാണ് എൻ്റെ മാനേജർ മുഹമ്മദ്. ഓൾമോസ്റ്റ് 13 years കഴിഞ്ഞു അദ്ദേഹം എന്നോട് ജോയിൻ ചെയ്തിട്ട്. ഞാൻ ഏറ്റവും മോശമായിട്ട് ഒരു കാര്യം ചെയ്താൽ അത് അതിലും ഡബിളായിട്ട് മോശമാണെന്ന് എന്നെ അറിയിക്കുന്ന അവനാണ്, ഓക്കെ. ഒരു ഷോട്ട് കൊടുത്താൽ. ആ. അപ്പം അങ്ങനത്തെ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഉണ്ട്. ഇപ്പം എൻ്റെ സോഷ്യൽ മീഡിയ അഡ്മിൻ എൻ്റെ ഏതെങ്കിലും നെഗറ്റീവ് കമൻസ് എന്നെക്കുറിച്ച് പെർഫോമൻസ് ഒക്കെ വരുന്നത് ഫസ്റ്റ് സ്ക്രീൻഷോട്ട് അയച്ചിരുന്നവനാണ്. അപ്പോൾ അതിൽ ഞാൻ ബ്ലെസ്ഡ് ആണ്. കാര്യം അവർ വെറുതെ നല്ലത് പറയുന്ന ആൾക്കാരല്ല. ആ. ബിക്കോസ് ചിലപ്പം നമ്മൾ ആക്ടേഴ്സായി ഒരു നമ്മുടേതായിട്ടുള്ള കുറേ ആൾക്കാരെ ബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഗ്ലാസ് സീലിങ്ങിനകത്തായി പോകും. നമ്മൾ പുറത്ത് എന്താ നടക്കുന്നതെന്ന് അറിയാൻ പറ്റാതെ. മുഹമ്മദിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞ, ഒരു ഷോട്ട് മോശമായിട്ട് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും ഇങ്ങനെയൊക്കെ അഭിനയിച്ചാൽ ഫീൽഡ് ഔട്ട് ആണെന്ന് പറയും. വളരെ ബ്ലണ്ടാണ് അത്. ബ്ലണ്ടാണ്. അതിലൊരു പോളിഷ്നെസ്സും ഇല്ല. അങ്ങനെ പോളിഷ് ചെയ്ത് പറയാനുള്ള ഒരു രീതി പുള്ളിക്കില്ലതാണ്. ആ. പേരെടുത്ത് പറയുന്നില്ല, ഒരു സംവിധായകൻ, പ്രമുഖ സംവിധായകൻ, അദ്ദേഹം ഞാനൊരു സിനിമ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് സുഹൃത്തെന്ന് പറഞ്ഞാൽ നല്ല പരിചയമുണ്ട് അവർ തമ്മിൽ. അദ്ദേഹം ചോദിച്ചു എങ്ങനെയുണ്ട് സിനിമ എന്ന്, ഭക്ഷണം കഴിക്കുന്നപ്പോൾ ചോദിച്ചു. ഇദ്ദേഹം വളരെ ഓപ്പണായിട്ട് പറഞ്ഞു വളരെ മോശമാണ് സാറേ. ശരിക്കും ഒന്ന് കാണണല്ലോ ഈ പുള്ളിനെ. അപ്പം അത് ഇന്നും മാറ്റമില്ലാത്തൊരു കാര്യമാണ്. ദാറ്റ്സ് നൈസ്. ഇപ്പം എൻ്റെ ഹെൽത്തിൻ്റെ കാര്യമാണെങ്കിലും ശരി, അങ്ങനെയൊക്കെ തന്നെ പുള്ളി പറയും. ഇങ്ങനെ ഞാൻ സിഗരറ്റ് വലിച്ചിരുന്ന അല്ലെങ്കിൽ മദ്യപിച്ചിരുന്ന സമയത്ത് എനിക്ക് ചത്തു കേട്ടോ എന്നൊക്കെ പറയുന്നത്, അതിലൊരു മയമില്ല. അപ്പം അത് എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ട് അങ്ങനെയുള്ളവരെ ഇപ്പം മിഥുൻ മാനുവൽ, ബേസിൽ വിനീത് പിന്നെയും കുറച്ച് സോഫ്റ്റാണ് soft ആണ്. എന്ന് വെച്ചാൽ വെറുതെ നല്ല പറയൂല, സൈലൻ്റ് മിണ്ടാതിരിക്കും. പിന്നെ മിഥുൻ വളരെ ബ്ലണ്ടായിട്ട് പറയും, ബേസിലും ബ്ലണ്ടായിട്ട് പറയുന്നതല്ല. അരുൺ ചന്ദ് പറയും, ധ്യാൻ ശ്രീനിവാസൻ ഇതിക്കുള്ള എന്ത് വേണം, ബ്ലണ്ട്നെസ്സിൻ്റെ സ്വന്തമായി ഡയറക്റ്റ് ചെയ്ത സിനിമ വളരെ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്തിട്ടില്ല.
അവൻ തന്നെ അതിൻ്റെ പ്രൊഡ്യൂസറും. ആ. ഞാനവൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് മൂപ്പരെയാണ് ഇതൊന്നും എഫക്റ്റും ചെയ്യില്ല. സിനിമ മോശമായാലും നല്ലതായാലും. ഇല്ല, ഞാൻ പറഞ്ഞു അങ്ങനെ സിനിമ ഒരെണ്ണം മോശമായെന്ന് വെച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ ഇരിക്കേണ്ട കാര്യമൊന്നും. ഇല്ല. സിനിമ അങ്ങനെ നമ്മളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ. നമ്മുടെ ആരോഗ്യത്തെ ബാധിച്ചു. ആ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുടുംബത്തിലെ ആർക്കെങ്കിലും എന്തെങ്കിലും ആരോഗ്യപരമായ കാര്യങ്ങൾ പറ്റി, യെസ്, നമുക്കതിലൊരു വിഷമം തോന്നുന്നു. സിനിമ എന്നൊക്കെ പറയുന്നത് മാൻ മെയ്ഡ് അല്ലേ. മാൻ മെയ്ഡായ ഇവിടെ കാര്യങ്ങൾ തെറ്റിയാൽ നമുക്ക് അടുത്തതിൽ തിരുത്താം. തിരുത്താം. മാൻ മെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കറക്ഷൻസ് സാധ്യമാണ്. Yeah. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അസാധാരണമായി മണ്ടത്തരങ്ങൾ ചെയ്യുന്നൊരു സാധാരണക്കാരൻ ഞാൻ. ഉം. അതായത് മണ്ടത്തരങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് എറേഴ്സ് വരും. നമ്മളൊരിക്കലും ഇപ്പം നമ്മൾ 2 സിനിമ നന്നായി ഓടി, എന്നാൽ ഇനി ഞാൻ അങ്ങോട്ട് ചൂസ് ചെയ്ത് ആ. നന്നായി പറഞ്ഞാൽ ആ 3 പോവും. ആ. അപ്പം തിരിച്ച് നോർമലാവും. പേര് പറയുന്നില്ല. വീണ്ടും ആ. ഒരു വ്യക്തി പറഞ്ഞതാണ്, ഭയങ്കരമായിട്ട് അഹങ്കാരം കൂടുമ്പം ഞാൻ പ്രേക്ഷകരിലോട്ട് ഇറങ്ങി ചെല്ലും, അവിടെ എനിക്കൊരു വിലയില്ല. ഉം. അപ്പോൾ എൻ്റെ അഹങ്കാരം മുഴുവൻ ഒക്കെ പോകും. പോവും. ഞാൻ നോർമലാവും. വീണ്ടും എന്താ പറയുക കാലിബ്രേറ്റഡ് ആവും ആ. അല്ലേ. ആ. വീണ്ടും ഒന്നേന്ന് തുടങ്ങും.